എന്താണ് ഈ വയർലെസ് ബൈക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നത്. ഞാൻ ഈ വയർ പിടിച്ചു ഇതെങ്ങനെയാണ് ഇതിൻ്റെ സംഭവം. അപ്പോൾ ഗൈസ് ഇതിന് എൻ്റെ ഈ ഫോണിൻ്റെ സപ്പോർട്ടാവാത്തതിൻ്റെ കുഴപ്പമാണ്. എന്തായാലും എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവണില്ല ഗൈസ്. ഇതിപ്പം എനിക്ക് ക്ലിയർ ആവുന്നില്ല. പക്ഷേ ഈ സാധനങ്ങൾ അങ്ങോട്ട് നല്ല സുഖം ഗൈസ്. ഞാൻ പറയാമെന്ന് വെച്ചാൽ ഞാനിപ്പം എനിക്ക് വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര മടിയാണ് ഗൈസ്. വീഡിയോ എടുക്കാൻ ഓക്കെ, അത് ഓക്കെ. പക്ഷേ എനിക്ക് വീഡിയോ എടുത്തിട്ട് അത് എഡിറ്റ് ചെയ്യണത് ഭയങ്കര കഷ്ടപ്പാടുള്ള പരിപാടിയാണ്. ഒന്നാമത്തെ കാര്യം, എൻ്റെ ഒരു നല്ലൊരു ആപ്പില്ല. ഞാൻ VN-ലാണ് എഡിറ്റ് ചെയ്യണമെങ്കിലും പക്ഷെ അത് കറക്റ്റായിട്ട് ഒരു ഇതില്ല ഗൈസ്. പിന്നെ സമയമില്ല. ഒന്നാമത്തെ കാര്യം, ഞാൻ രാവിലെ ഇവിടെ നിന്ന് പോയാൽ വരണത് ഇപ്പം നേരത്തെ വരണുണ്ട്. ഇപ്പോൾ ഒരു 2-3 ആഴ്ചയായിട്ട് ഇപ്പം നേരത്തെ വീട്ടിൽ കയറും ഗൈസ്. അതായത് രാവിലെ ഇപ്പം ഒരു 10 മണിക്ക് അവിടെ കയറും, ഒരു 7 മണിയാകുമ്പോൾ ഇറങ്ങും. അല്ലെങ്കിൽ ഞാൻ നല്ല ലേറ്റാവും. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ 8-8:30 മണി, ഇവിടെ എത്തുമ്പോൾ 9:30-10 മണിയൊക്കെ ആവും ഗൈസ്. പക്ഷേ ഇപ്പം ഞാൻ ഭയങ്കര പഞ്ച്വാലിറ്റിയാണ്. വെറുതെ ഒരു രസം. നമ്മളെന്തിനാണ് ഇങ്ങനെ താമസിച്ച് പോണേ? അല്ല, താമസിച്ചിറങ്ങുന്നത്. നമ്മൾ നേരത്തെ ജോലിക്ക് പോകണം, നേരത്തെ വരണം. അതാണ് ഇപ്പം എൻ്റെ ഒരിത്. അപ്പോൾ ഞാൻ പറയാൻ വന്ന വേറെ ഒന്നുമല്ല ഗൈസ്. ഞാനിപ്പോൾ എനിക്ക് ചുമ്മാതിരിക്കുമ്പോൾ ഞാൻ ഓരോന്ന് ആലോചിച്ചിട്ട് ഭയങ്കര സങ്കടം. പിന്നെ ഞാൻ അവിടെ താങ്ങിയിരിക്കും, ഇവിടെ താങ്ങിയിരിക്കും. പിന്നെ എപ്പോഴും ഫുൾ ടൈം ഫോണിലാണ് റീല് കണ്ട് ഇൻസ്റ്റഗ്രാമിൽ എന്നെ മടുപ്പായി. പിന്നെ യൂട്യൂബിലോട്ട് പോയിട്ട് യൂട്യൂബിൽ കയറി ഷോർട്സ് ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും. അങ്ങനെ എനിക്ക് സമയം പോകുന്നില്ല ഗൈസ്. അങ്ങനെ പിന്നെ വേറെ ഒന്നും കൊണ്ടില്ല. 2 ദിവസം കൊണ്ട് ലീവാണ്. ഇന്നെൻ്റെ ഓഫ് ഡേ. എൻ്റെ കവളാണ്, നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ വണ്ണം വെച്ചു. പിന്നെ പക്ഷേ എനിക്കിവിടെ അന്നുകൊണ്ട് ഗൈസ് ഇന്നലെ മെനഞ്ഞാന്ന് രാത്രി തൊട്ട് ഈ ഒരു സൈഡിൽ നിന്ന് ഭയങ്കര വേദന. ഇവിടെ വലുതായിട്ടില്ല, പക്ഷേ നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവണം. കണ്ടോ ഇവിടെ ഒരു വീക്കം ആണ് ഗൈസ്. എനിക്ക് സംസാരിക്കുമ്പോൾ ഉമിനീരിറക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട്, അല്ലാത്ത എനിക്ക് ഇവിടെ ഭയങ്കര വേദന. കണ്ടോ ഗൈസ്. ഇനിയിപ്പോൾ മുണ്ടിനീരെങ്ങാനും ആണെന്ന് അറിഞ്ഞൂടാ. മുണ്ടിനീരിൻ്റെ സീസണാണ്. അപ്പം ഞാൻ ഇന്ന് ആശുപത്രിയിൽ പോയി. രാവിലെ ഒരു 9:30 ഇവിടെ നമ്മുടെ ബാലരാമപുരത്തുള്ള ഒരു പഞ്ചായത്ത് ഹോസ്പിറ്റലിൽ പോയി കാണിച്ചപ്പോൾ അടുത്ത ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ ആൻറ്റിബയോട്ടിക് എഴുതി തന്ന്. പിന്നെ പറഞ്ഞു 2 ദിവസം നോക്ക്, ചിലപ്പം ഇപ്പം മിക്കയിടത്തും ഇപ്പം ആ ഒരു സീസണാണ് ഗൈസ്, മുണ്ടിനീരിൻ്റെ സീസണാണ്, ചിലപ്പോൾ അതിൻ്റെ ഇതായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ അതൊന്നും ആവണ്ടായിരുന്നു ഗൈസ്. എനിക്കാണെങ്കിൽ വീട്ടിലിരുന്ന് ശോകമാവും. പിന്നെ സാലറി നമുക്കൊരു ഘടകമാണ്. ഈ മാസം ഒരു അഴുക്ക മാസമാണ് ഗൈസ്. കാരണം എന്ന് വെച്ചാൽ ജോലിക്ക് ഫെബ്രുവരി തുടങ്ങി അന്നോട്ട് ഇന്ന് വരെ അസുഖമാണ്. ഫസ്റ്റ് വീക്ക് ഫുൾ ഞാൻ ലീവായിരുന്നു. ഇനി 2 ദിവസം വേണ്ടി കറക്റ്റായിട്ട് പോയി തുടങ്ങി. എന്നിട്ട് പിന്നെയും ഇതാ ലീവ്. ഓ മൈ ഗാഡ്. പിന്നെയും ലീവ്. വേറെ നടക്കല്ലേ ഗൈസ്. എനിക്ക് അറിഞ്ഞൂടാ ഈ മൈക്ക് കറക്റ്റായിട്ടാണോ വർക്കാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ ഗൈസ്, സീരിയൽ കാണാൻ എൻ്റെ ചേച്ചിയുടെ അമ്മായിയമ്മയാണ് ഗൈസ്. TV എന്തെങ്കിലും ഇട്ട് കാണാമെന്ന് വെച്ചാൽ എല്ലാത്തിനും മടുപ്പാണ് ഗൈസ്. എൻ്റെ താടി കാണുമ്പോൾ എനിക്ക് ചിരി വന്നത്. ഇതിന് മുണ്ടുനീരായിട്ട് ഇങ്ങനെ വരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു സൈഡ് ഭയങ്കര ശോകമാണ് ഗൈസ്. മനസ്സിലായില്ലേ? വണ്ണം വെച്ചിരിക്കാമല്ലേ. വേറൊന്നും അല്ല ഗൈസ്. എനിക്കിനി ഞാൻ അവർ 2 ദിവസം ഇവിടെ നിൽക്കാൻ വന്നതാണ് ഗൈസ്. അപ്പോൾ അവരാണിപ്പോൾ ഇവിടെ കിടക്കണം. ഗൈസ് ഞാൻ ഈ വീഡിയോ ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യും. കാരണം എന്ന് വെച്ചാൽ ഇത് ഇട്ടിരുന്നാൽ ഞാൻ പിന്നെ ഈ ജീവിതകാലം മുഴുവൻ ഇതിൽ കിട്ടിക്കും. പിന്നെ ഗൈസ് എനിക്ക് പ്രാന്ത് കയറി എൻ്റെ ഗാലറിയിലുള്ള എല്ലാ ഫോട്ടോസ്, അതായത് 25,000 സംതിങ് ഫോട്ടോസ് ഉണ്ടായിരുന്നു. ഫോട്ടോസ്, വീഡിയോസ് എല്ലാം ഉണ്ടാവും. അതെല്ലാം ഞാൻ കുത്തിയിരുന്ന് ഡിലീറ്റ് ആക്കി ഗൈസ്. എനിക്ക് സംടൈംസ് പ്രാന്താണ്. സംടൈംസ് ഞാൻ ഇങ്ങനെ ആലോചിക്കും, എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു എന്ന് ഞാൻ ആലോചിക്കും. പക്ഷെ ഇപ്പം എനിക്ക് ആ വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം ചുമ്മാ ഗാലറി നോക്കിയെങ്കിലും ഇരിക്കുമായിരുന്നു. നമ്മൾ നെറ്റ് തീരുമ്പോൾ ഗാലറി നോക്കില്ല, അത് കണക്ക്. അപ്പം അതുമില്ല. ഇപ്പം അച്ഛൻ്റെ ഒരു പെട്ടി ഇവിടെ ഇരിപ്പുണ്ട്, പാട്ട് പെട്ടി. അതിൽ പാട്ട് കേൾക്കാം. പാട്ട് കേട്ട് സമയം കളയണം ഗൈസ്. അല്ലെങ്കിൽ എൻ്റെ ഓറിയോനെ കുളിപ്പിച്ചാൽ കൊള്ളുന്നുണ്ട്. പക്ഷേ ബെൽറ്റ് അവളെ കടിച്ച് പൊട്ടിച്ചു. അപ്പം എനിക്ക് വേറെ കെട്ടിയിട്ട് കുളിപ്പിക്കാൻ വേറെ നിവർത്തിയില്ല. എൻ്റെ കയ്യിൽ നിൽക്കുന്ന സാഹചര്യത്തിലല്ല ഇപ്പം അവളുള്ളത്. പിന്നെ ഗൈസ് തന്നെ മുടി കെട്ടി ഈ ഒരു സൈഡ് മൊത്തം വളഞ്ഞു. കണ്ട
ഇനി ഞാൻ മുടി കെട്ടത്തില്ല, മുടി കെട്ടൂല ഗൈസ്. വളരുന്നുമില്ല മുടി, എന്ന തുമ്പ് കെട്ടിയ മുടി ഇങ്ങനെ കിടക്കുന്നു. ഗൈസ് 5 മിനിറ്റ് ഫാൻ നോട്ട് ചെയ്തോളൂ ഗൈസ്, കണ്ടോ. അപ്പോൾ ഗൈസ് എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കട്ടെ കേട്ടോ. അതെ, ആദ്യം തന്നെ ഞാൻ പറയാം, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഫാനേ ഓക്കെ, ഒരുപാട് സംസാരിക്കാൻ വയ്യ. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തു വെച്ചാൽ വേറെ പ്രത്യേകിച്ചൊന്നുമല്ല, ചുമ്മായിരുന്നു. നിങ്ങൾ പറയാം നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസ് കാണാനാണ് ആഗ്രഹം. അതായത് ഞാനിപ്പോൾ എന്ത് വീഡിയോസ് ഇടുന്നതാണ്, എൻ്റെ ഈ ലൈഫ് സ്റ്റൈലാണോ, അല്ലെങ്കിൽ എന്നുമുള്ള ഒരു ദിവസമാണോ, അല്ലെങ്കിൽ എന്ത് ടൈപ്പ് വീഡിയോ എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ ഈ യൂട്യൂബ് തുടങ്ങിയത് എനിക്കൊരു പ്ലാനും അല്ലതാണ്, ഒരു പ്ലാനില്ല ഗൈസ്. കാരണം വെച്ചാൽ എനിക്കൊരു കണ്ടന്റ് ഇല്ല, അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. എന്ത് കണ്ടന്റ് ഞാൻ തുടങ്ങും എന്നാണ് ഞാൻ എപ്പോഴും ആലോചിക്കുന്നത്. എനിക്ക് എന്ത് കണ്ടന്റാണ് പറ്റണേ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഗൈസ്. നിങ്ങൾ പറ എനിക്ക് എന്ത് കണ്ടന്റ് ആയിരിക്കും പറ്റുന്നത്, ഞാൻ അതുപോലെ ചെയ്യും. അപ്പോൾ ചിലവർ അറിയാമായിരിക്കും നിർത്തി പൊക്കൂടെ എന്ന് ചോദിക്കും. അതെൻ്റെ ഇഷ്ടമാണ് ഗൈസ്, ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. പിന്നെ ഗൈസ് ഇതുവരെ ഒന്നും കഴിച്ചില്ല. കഴിച്ചു തണ്ണിമത്തൻ ഇങ്ങനെയല്ല ഒട്ടഞ്ഞ് പഞ്ചസാര കുടിച്ചു. ചോറ് കഴിക്കാനൊന്നും വയ്യ, എനിക്ക് ഈ സൈഡ് കൊണ്ടൊന്നും വയ്യ. ഈ സൈഡ് പിന്നെ ഓക്കെയാണ്, ഈ സൈഡ് കൊണ്ടൊന്നും പറ്റില്ല ഗൈസ്. അയവ് വേദന ഇറക്കുമ്പോൾ പിന്നെ ഗൈസ് എൻ്റെ ഈ പല്ലുണ്ടോ നിങ്ങൾ, കമ്പി ഡേറ്റ് ചെയ്യാൻ പോയിട്ട് 6 മാസമായി. ഇനി ഡോക്ടർ അങ്ങോട്ട് ചെന്നാൽ ഇറക്കി വിടുവന്നെ. ഞാൻ പറയാം ഒന്നും എനിക്ക് സമയമില്ല, എല്ലാത്തിനും മടി. സമയം കണ്ടെത്തുന്നില്ല, പിന്നെ മടിയാണ് മെയിനായിട്ട് പറഞ്ഞ പ്രശ്നം ഗൈസ്. എൻ്റെ ഓറിയെ കൊണ്ട് വാക്സിൻ എടുക്കാൻ പോകണമെന്ന് കുറേ ദിവസം കൊണ്ട് ഞാൻ വിചാരിക്കുന്നു. അതിനും എനിക്ക് മടിയാണ് ഗൈസ്. വളർന്നു വരുന്ന മടിക്കുടമയായ ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഞാൻ മടി പിടിച്ചിരിക്കില്ല. ഈ ഒരു 5 മാസം കണ്ട വർഷമല്ല ഇനി നിങ്ങൾ ആരും കാണാൻ പോകുന്നത് ഗൈസ്. ഞാൻ ജോലിക്ക് പോകുന്നിടത്ത് ഇപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് മടിയാണ് കേട്ടോ. ഞാൻ ഉള്ളത് പറയാമല്ലോ, എൻ്റെ ജോലി എന്ന് പറയുന്നത് SBI ക്രെഡിറ്റ് കാർഡ് സെക്ഷനാണ്. ഞാൻ ലുലുവിലുള്ളതാണ്. ലുലുവിൽ ഞങ്ങൾക്കൊരു QS ഉണ്ട്, അവിടെ നിന്നാണ് വർക്ക് ചെയ്യേണ്ടത്. ലുലു ഉണ്ട്, അടുത്തുള്ള USL പമ്പും ഉണ്ട്. അപ്പം നമ്മൾ സെയിൽസാണ്, അതായത് റീജിയണൽ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവാണ് നമ്മൾ. അപ്പോൾ നമ്മൾ ഇങ്ങനെ സെല്ല് ചെയ്ത് എനിക്ക് സത്യം പറഞ്ഞാൽ ബോറൊന്നല്ല ഗൈസ്. ചിലപ്പോൾ മടുപ്പ് തോന്നും, പിന്നെ എനിക്കിപ്പോൾ ഒരു താല്പര്യം ഇല്ല, അത് കാരണം കാര്യം. ഞാൻ ഈ യൂട്യൂബിൽ കണ്ടിട്ട് ആറമെല്ലാം കാണുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും ഞാൻ പറയാം ഗൈസ്, എനിക്ക് താല്പര്യം വെച്ചാൽ എല്ലാം നല്ല വൈബാണ്. പക്ഷേ എനിക്ക് ഞാൻ ഏതൊരു ജോലിക്ക് പോയാലും എനിക്ക് മടുപ്പ് ഒരു 8 മാസം കഴിയുമ്പോൾ മടുപ്പ് വരും. സ്വാഭാവികം, അതെൻ്റെ സ്വഭാവം നല്ലതല്ല. പക്ഷേ ഞാൻ ഇവിടെ പിടിച്ച് നിൽക്കണം, എന്നാലും എനിക്ക് രക്ഷപ്പെടാൻ പറ്റൂ എന്ന് ഞാൻ പറയില്ല ഗൈസ്. അവിടെ നിന്ന് രക്ഷപ്പെടാനേ പറ്റില്ല. എൻ്റെ വരവിനെ സാലറിയേക്കാൾ ചിലവാണ് എനിക്കിപ്പം അവിടെ ഉള്ളത്. അപ്പം അതുകൊണ്ട് എനിക്കതൊരു കംഫോർട്ട് സോണായിട്ട് തോന്നുന്നില്ല. ഭയങ്കര ഫുഡ് സ്പ്ലിറ്റ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. എൻ്റെ ഈ വണ്ണം കാണാൻ മനസ്സിലാവും ഞാൻ അവിടെയൊക്കെ എങ്ങനെയാണ്. ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് സ്പ്ലിറ്റിന് പോകുന്നു. ഫുഡ് അടിയൊന്നുമില്ല ഗൈസ്, വേണ്ട, പൈസ കളിക്കുന്നു. സ്പ്ലിറ്റ് അടിയൊന്നുമില്ല ഗൈസ്, പൈസ സേവ് ചെയ്യണം. പണ്ട് എനിക്ക് QRSൽ നിന്ന് എനിക്ക് ഒരു തുച്ഛമായ സാലറി കിട്ടിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് പൈസ സേവ് ചെയ്ത് കുറച്ച് ഗോൾഡ് സാധനങ്ങളൊക്കെ മേടിച്ചായിരുന്നു. പക്ഷേ ഇപ്പം കിട്ടുന്ന സാലറി ഫുൾ ലോൺ, EMI, സ്പ്ലിറ്റ്, കടം വായിച്ചത് കൊടുക്കുന്നു, അത്ര അങ്ങനെയായിട്ട് പോകുന്നത്. ഒരു രൂപ സേവ് ചെയ്യാൻ പറ്റില്ല. അതെൻ്റെ കുഴപ്പമുണ്ടാണ്, അതെനിക്കറിയാം. അങ്ങനെ ഗൈസ്. അപ്പം ഞാൻ പറഞ്ഞത് വേറെ ഒന്നുമല്ല, ഇങ്ങനെ മടി പിടിച്ചിരുന്നിട്ട് നമുക്ക് നമ്മളെ തന്നെ നഷ്ടപ്പെടും ഗൈസ്. അല്ലാതെ വേറെ ആർക്കും ഒരു കുഴപ്പവും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഈ തകർച്ച കഴിഞ്ഞിട്ട് സന്തോഷിക്കുന്നവർ കാണും. സം പീപ്പിൾസ് കാണും, പക്ഷെ എല്ലാവരും അല്ല. ഞാൻ പറയുന്നത് എന്തായാലും ഞാൻ കുറച്ച് എനർജറ്റിക് ആയിട്ടിരിക്കാനാണ് എൻ്റെ പരിപാടി. ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്തിട്ട് എനിക്ക് സമയം കുറച്ചുകൂടി എന്താ പറയുക, സമയം കളയാൻ വയ്യ. എന്തെങ്കിലും ചെയ്ത് എങ്ങനെയെങ്കിലും ഒന്ന് കര കയറണം. ഞാൻ പഴയ ഞാനായിട്ട് എനിക്ക് വരണം, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഞാൻ ജോലിക്ക് പോകുമ്പോൾ എല്ലാവരും ചോദിക്കും, പക്ഷെ എന്തിപ്പോൾ ഇങ്ങനെ, പക്ഷെ ഓക്കെ അല്ലേ, പക്ഷെ എന്ത് പറ്റി. ഞാൻ ഓക്കെയാണ് ഗൈസ്, പക്ഷേ ചില സമയം ഞാൻ പെട്ടെന്ന് മൂഡ് സ്വിങ്സ് വരും. ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എന്ത് കുറച്ച് സമയം ആരോടൊന്നും മിണ്ടൂല, ഒരു മൂവിയിൽ പേടിഞ്ഞിരിക്കും. ചില സമയം എനിക്ക് പ്രാന്ത് തോന്നും ഗൈസ്. അപ്പോൾ ഗൈസ് ഇനി ഞാൻ ഗൈസ് നിങ്ങൾക്ക് ഞാൻ വാക്ക് തരുകയാണ്, ഞാൻ ഇനി തുടർന്ന് വീഡിയോ ഇടും. ഇത് സത്യം വീഡിയോ ഇടണം ഗൈസ്. സമയം പോകണം, എൻ്റർടൈൻമെൻ്റ് ആവണം, അത്രേ ഉള്ളൂ. പിന്നെ ഗൈസ് ഇത് കണ്ടോ, ഇതുണ്ടെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നുള്ളൂ. രാത്രി ഉറക്കമില്ല, ഇതിങ്ങനെ കയ്യിൽ കെട്ടും. കണ്ടോ, ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കിടന്നുറങ്ങാം ഗൈസ്. അതാണ് ഇപ്പോഴത്തെ ഈ പരിപാടി. എനിക്ക് രാത്രി ഉറക്കാൻ പറ്റില്ല. ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഉറക്കം വരില്ല.
അപ്പോൾ ഇതിനെ പിടിച്ചുകൊണ്ട് നടക്കും പെട്ടെന്ന് ഉറങ്ങും, പിന്നെ അമ്മയും കൂടെ പിടിച്ചുകൊണ്ട് പെട്ടെന്ന് ഉറങ്ങും ഗൈസ്. അങ്ങനെ അപ്പോൾ ഗൈസ് ഇത്രയൊക്കെ ഉള്ളൂ ഒരു കുഞ്ഞു വ്ലോഗ് എന്ന് പറയാൻ പറ്റില്ല, അല്ല കുഞ്ഞു വ്ലോഗാണ്. അപ്പോൾ ഗൈസ് എല്ലാവരും സുഖമായിട്ടിരിക്കണം, എല്ലാവരും സന്തോഷമായിട്ടിരിക്കണം. നമ്മളെ ലൈഫിൽ ആരൊക്കെ എല്ലാവരും വരും, എല്ലാവരും പോകും, അത്രേ ഉള്ളൂ. നമ്മൾ ഒറ്റയ്ക്കാണ് വന്നത്, സോ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ പോകും. അതുകൊണ്ട് ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഓക്കെ, എന്ത് വന്നാലും തറയിൽ കൂടെ ചിന്തിച്ച് മാത്രം മുന്നോട്ട് പോകാം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം.